ഓക്കെ, അപ്പോൾ ഇതിന് വില എങ്ങനെയാണ്? ഇത് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. ഇതൊരു 1,58 കൊടുക്കാം. 1,58 ഡീസൽ i20 സിംഗിൾ ഓണർ 2028 ഓട്ടം പക്ക വണ്ടിയാണ്. അപ്പം ഇത് 2,95 ഫൈനലിൽ കൊടുക്കാം. 2014 പറഞ്ഞേ? അല്ല, 2015 ഫസ്റ്റ്. സോറി, 2015. ഓക്കെ. ഹൈലൈൻ ഡീസൽ ഓക്കെ. ഡീസൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷനിൽ അതിൽ ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അലോയ്, എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ, കമ്പനി മ്യൂസിക് സിസ്റ്റം അതെല്ലാം വരും. എന്തായാലും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നമ്മൾ കണ്ടേ പറ്റൂ. കാരണം അത്രയും ഉപകാരം നമുക്ക് തരും ഈ വണ്ടി. നമ്മൾ അത്രയും ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഡീസൽ എടുക്കാനും പാടുള്ളൂ. ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൂപ്പർ വീൽസ് എന്ന കോഴിക്കോടുള്ളൊരു ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, നല്ല വിലപ്പാകത്തിൽ അടിപൊളി വാഹനങ്ങൾ. അതായത് ധൈര്യമായിട്ട് നമ്മൾ കാണുന്ന പ്രേക്ഷകരോട് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങളിവിടെ വന്നോ വില കുറവായിരിക്കും. നല്ല വണ്ടികളുമാണ്. അതായത് ഇതുവരെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ട് ആരും നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിലക്കുറവുള്ള വണ്ടി വേണമെങ്കിൽ കണ്ണും പൂട്ടി വരാൻ പറ്റുന്ന ഷോറൂമുകളിലൊന്നാണ് സൂപ്പർ വീൽസ്. സാരഥികളിൽ ഒരാൾ അനുഭവത്ത് നമ്മുടെ കൂടെ ഉണ്ട്. സുഖം അനുഭവത്തെ? ഓക്കെ, അടിപൊളി. ഓക്കെ, പിന്നെ പുതിയ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? പുതിയ സ്റ്റോക്ക് എല്ലാം നമുക്ക് നല്ല വണ്ടികളാണ് കയ്യിലുള്ളത്, സ്റ്റോക്കുള്ളത്. കുറേ വണ്ടികൾ അധികം സിംഗിൾ ഓണർ ഉണ്ട്, അധികം സർവീസ് റെക്കോർഡുള്ള വണ്ടികളാണ്. ഓക്കെ, എല്ലാം വിലപ്പാകത്തിൽ തന്നെ കൊടുക്കാം. നമ്മളെ പഴയ കൊടുത്ത പോലെ? അതെ, എല്ലാ വിലപ്പാകത്തിൽ കൊടുക്കാം. അതുപോലെ തന്നെ കൊടുക്കാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആസ്പയർ ആസ്പയർ കൊണ്ടുപോയി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് പോയിട്ടേ ഉള്ളൂ. ഓക്കെയാണ്. ഞാൻ പേഴ്സണലി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഓക്കെയാണ്, വണ്ടിയും കുഴപ്പമില്ല, അടിപൊളിയാണ്, ഒരു വർഷമില്ലാതെ രീതിയിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ട്, ചെറുതും വലുതും, സെഡാനും XUV എല്ലാം ഉണ്ട്. ഓക്കെ, പ്രീമിയം വണ്ടി ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. പ്രീമിയം അങ്ങനെ ചെയ്യാറില്ലല്ലോ, വല്ലപ്പോഴും വന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷന് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് വയനാട് റോഡിലാണ്. വയനാട് റോഡിൽ വെള്ളിമാട് നിന്ന് ബസ് കയറുക. ബസ് കയറിയിട്ട് പാറോപ്പടി ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ മലാപ്പറമ്പ് നിന്ന് 1 കിലോമീറ്റർ. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ. അതാണ് 1 കിലോമീറ്റർ വയനാട് സൈഡിലേക്ക്. വയനാട് സൈഡിലേക്ക് പോകുമ്പോൾ സിൽവർ ഹിൽസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, മറന്നുകൊണ്ട. ധൈര്യമായിട്ട് കണ്ടോളൂ, വിലപ്പാകത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി ഇവിടെ ഉണ്ടാവും. ചെറുവണ്ടികളെല്ലാം ഉണ്ട്. നമ്മൾ ഇടക്കിടക്ക് കാണിക്കുന്ന ഒരു ഷോറൂമാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. മൂവി അല്ലേ? ഓക്കെ, ആദ്യം നമുക്കൊരു സാൻഡ്രോയിൽ തുടങ്ങാം. KL 58 തലശ്ശേരി രജിസ്ട്രേഷനുള്ള സാൻഡ്രോ സിംഗ് ആണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഇത് 2009 ഡിസംബർ സാൻഡ്രോ സിംഗ്, സെക്കൻഡ് ഓണർ, 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. കാരണം കിലോമീറ്റർ വളരെ കുറവാണ്. 2009 എന്ന് പറയുമ്പോൾ 77. ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 76,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് 86 സർവീസ് ചെയ്താൽ മതി. 86 അല്ലെങ്കിൽ സെപ്റ്റംബർ 2024 സർവീസ് ചെയ്താൽ മതി. ഇൻഷുറൻസ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, 1 ലക്ഷം രൂപ IDL ഇൻഷുറൻസ് ഉണ്ട്. എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ് ആണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. മൈലേജ് ഒരു 15-16 ഒക്കെ കിട്ടും. ഡിസംബർ 2024 പേപ്പർ അവസാനിക്കും. വെച്ചാൽ 11 മാസം കൂടെ പേപ്പർ ഉണ്ട്. 11 മാസം കഴിഞ്ഞാൽ പേപ്പർ എടുക്കണമെങ്കിൽ ഒരു 8,000 12,000 വരും. ടാക്സും ഈ ചാർജസും പിന്നെ ഏജന്റ് മുഖേന പോയിച്ചാൽ 12,500 വരും. ചാർജ് അത്ര പൈസ വരും, 12 രൂപ വരും. ടാക്സും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. വേറെ ഒന്നും പണിയൊന്നും എടുക്കാനില്ല, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഇനി നിങ്ങൾ പേപ്പർ ഫിറ്റ്നസിന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വണ്ടി ചെയ്യേണ്ട, എല്ലാ ഭാഗവും വർക്കിംഗ് അല്ലേ? എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്. പെയിന്റ് അടിക്കാനോ ഒരു പണി എടുക്കണം, ഒന്നുമില്ല. പെയിന്റ് വരെ നീറ്റാണ്, എല്ലാം പക്കയായിട്ടുള്ള വണ്ടിയാണ്. നല്ലൊരു ക്ലീൻ പീസ് സാൻഡ്രോ 2009 മോഡൽ. ലോക്കൽ 2009 സെക്കൻഡ് ഓണർ വണ്ടി. ലോണ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ 99,000 രൂപ കൊടുക്കാം. 99,000 99,000 രൂപയ്ക്ക് നല്ല അടിപൊളി കലക്കൻ സാൻഡ്രോ നിങ്ങൾ വന്ന് കണ്ടാൽ ഉറപ്പായിട്ട് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഓക്കെ, ഒന്നും നോക്കാനില്ല, നോക്കാനില്ല, ഒന്നും കിട്ടത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 1 ലക്ഷത്തിലുള്ള ലോൺ ഇട്ടാൽ പിന്നെ നമുക്ക് നഷ്ടമാണ്. വണ്ടി 1 ലക്ഷം രൂപ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. നല്ലോണം പോലെ ഓടിക്കോളും എന്തായാലും. ഓക്കെ, ധൈര്യമായിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു കോമ്പാക്ട് സെഡാനാണ്. ഹ്യുണ്ടാ ആക്സെന്റ് KL 42 രജിസ്ട്രേഷൻ, പറവൂർ, നോർത്ത് പറവൂർ. 2014 ആക്സെന്റ് CRD ഡീസലാണ്. ഡീസൽ അതിൽ S എന്ന് പറഞ്ഞ വേരിയന്റ്. S എന്ന് പറഞ്ഞ വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾ. മാഗ്നേനേക്കാൾ മുകളിൽ അല്ലേ? മാഗ്നേൻ്റെ അതേ ലെവലിൽ തന്നെ വരും തോന്നുന്നു. സ്പോർട്സിന്റെ ഇക്വലന്റ് അല്ലേ? കാരണം ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, മിറർ ഇലക്ട്രിക്കലി ഫോൾഡബിളും വരും.
ഫോൾഡബിൾ ഉണ്ട്. അപ്പോൾ സ്പോർട്സിന് ഈക്വലാ. ഓക്കെ ഓക്കെ. ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. അലോയ്സ് ഇല്ലല്ലോ? ആക്സിഡന്റ് അല്ല, സ്പോർട്സ്. ഓക്കെ. ഇതിന്റെ എയർ ബാഗും ABS വരില്ല, അത് രണ്ടും വരില്ല. 14 വണ്ടിയെ കൊണ്ട് വരും. സെൻസറും കാര്യങ്ങളൊക്കെ വരും, കമ്പനി വരും. ഓക്കെ. ഇത് ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് അല്ലല്ല, അതിന്റെ മുകളിൽ ഇടും. അത് 20s ഇടും. 20s ഹൈവേ കിട്ടും. നമ്മൾ നോർമലി ചവിട്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു 17 വാണ്ട് കിട്ടും. ഒരുവിധം ഡീസൽ വണ്ടിക്കൊക്കെ ആ മൈലേജ് ഉണ്ടാവും അല്ലേ? ഓക്കെ. പിന്നെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് മാത്രം, ബോണ്ട് ബമ്പർ മാത്രം റീപ്ലേസ് ഉണ്ട്. മേജർ ആയിട്ടുള്ളതല്ല, അത് ഹിസ്റ്ററിയിലുള്ളതാണ്. കിലോമീറ്റർ 1.21 ഓടിയിട്ടുണ്ട്. അതിൽ 1.17 വരെ സർവീസ് ഉണ്ട്. 1.17 ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 1.27 ചെയ്താൽ മതി. ഓക്കെ. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്, ഒറ്റ ഒരാൾ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ പിന്നെ മൈലേജ് നമ്മൾ പറഞ്ഞു. സർവീസ് കോസ്റ്റ് ഒരു 5,000 ആ റേഞ്ചിൽ സർവീസ് കോസ്റ്റ് വരുന്നുണ്ടോ കമ്പനിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ. ലോൺ ഏകദേശം ഒരു 2.25 ലോൺ കിട്ടും. എത്രയാ ഇതിന് ഫൈനൽ പ്രൈസ് 2.95. 2,95,000 ഒരു ഡീസൽ സെഡാൻ വാഹനം. അതെ, 2014 മോഡലാണ്. 14 മോഡൽ. ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് വരെ വരുന്നത്, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. 2.95 വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിളാണ് കേട്ടോ. സിംഗിളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം ധൈര്യമായിട്ട്. മൈലേജ് വേണ്ട ഒരു അടിപൊളി വാഹനം ഉണ്ടെങ്കിൽ. പുറത്തൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ പോകുമ്പോൾ നല്ല മൈലേജ്. അവർ പെട്രോളിൽ CNG ആയിട്ട് ഓടും, ചില ഡീസലും അധികം ഉണ്ടാവും. ഓക്കെ. ആക്സെന്റ് കോമ്പാക്ട് കൊണ്ട് അത് ഓവർ വലുപ്പം ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് ഇവിടെ ഇതിന് ഡിമാൻഡ് കുറവാണ്. പക്ഷെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെയ്ത ഒരു ആക്സെന്റ് 1-2 ഞാൻ ചെയ്തിട്ട് ടക്ക് വണ്ടി പോയിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ വണ്ടി പോയിട്ടുണ്ട്. അതാണ് ഇപ്പോഴും അറിയില്ല, ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഫോക്സ്വാഗൺ വെൻഡോ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. 258 നമ്മൾ കാണുന്നത് അല്ലേ? അതെ, KL58 പറഞ്ഞോളൂ. അതെ, 2012 വെൻഡോ ഹൈലൈൻ ഡീസൽ. ഹൈലൈൻ ഡീസൽ. ഓക്കെ. ഡീസൽ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷനിൽ അതിൽ ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ, സെൻട്രൽ ലോക്ക്, അലോയ്, എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസർ, കമ്പനി മ്യൂസിക് സിസ്റ്റം അതെല്ലാം വരും. എല്ലാം വരും. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്ന വണ്ടി. ഞാൻ പെട്ടെന്ന് ഡീസൽ കേട്ടപ്പോൾ ഞാൻ കേട്ട DSG ഓട്ടോമാറ്റിക്. 12 DSG വരുന്നില്ല. 12 ഡീസൽ മാനുവൽ ഗിയർ. നല്ല മൈലേജ് ഉണ്ടാവേ. നല്ല മൈലേജ് ഉണ്ടാവും. നമ്മുടെ ഈ പോളോ, റാപ്പിഡ്, സ്കോഡ്, വെൻഡോ ഇതൊക്കെ ഡീസലിലേക്ക് വരുമ്പോൾ നല്ല മൈലേജാണ്. 20 ആ റേഞ്ചിൽ മേളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കിലോമീറ്റർ വന്നിട്ട് 1.25 ഓടിയിട്ടുണ്ട്. അതിൽ ഒരു 1 lakh വരെ കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ. മേജർ സർവീസ് കസ്റ്റമർ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. 1.20 ചെയ്തിട്ടുണ്ട്. 1.20 ഓയിലും കാര്യങ്ങളെല്ലാം കസ്റ്റമർ മാറിയതാണ്. ഇനി നെക്സ്റ്റ് 1.35 സർവീസ് ചെയ്താൽ മതി. ഓക്കെ. 15,000 കൂടുമ്പോൾ ചെയ്താൽ മതി. 15,000 കൂടുമ്പോൾ ചെയ്താൽ മതി. അതുമല്ല, ഇതിപ്പോൾ മേജറൊക്കെ കഴിഞ്ഞ് കിടക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് ഒരു 2 lakhs അടുത്തെത്തുമ്പോൾ നോക്കിയാൽ മതി അല്ല? 2 lakhs 210 ആ സമയത്ത് നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ വണ്ടിയുടെ ഒക്കെ മിനിമം ഒരു എഞ്ചിൻ ലൈഫ് ഒരു സാധാ വണ്ടികളായാലും ഒരു 2-3 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് നമ്മൾ 10,000 സർവീസ്, ഓയിൽ സർവീസ് കറക്റ്റ് ചെയ്ത് പോയാൽ എന്തായാലും 1 ലക്ഷമൊക്കെ കൂളായിട്ട് ഓടും. പിന്നെ ഡീസൽ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ കാണണം കേട്ടോ. പ്രത്യേകിച്ച് യൂസ്റ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ എടുത്താലും ഡീസൽ വണ്ടിയാണെങ്കിൽ മെയിൻ്റനൻസ് എന്തായാലും ഉണ്ടാവും. എന്തായാലും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നമ്മൾ കണ്ടേ പറ്റൂ. കാരണം അത്രയും ഉപകാരം നമുക്ക് തരും ഈ വണ്ടി. നമ്മൾ അത്രയും ഓട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഡീസൽ എടുക്കാനും പാടുള്ളൂ അല്ലേ? മൈലേജ് കിട്ടേണ്ട അത്രയും ഓട്ടം ഉണ്ടെങ്കിൽ എടുക്കാനും പാടുള്ളൂ. ആ ഓട്ടത്തിലുള്ള ലാഭം നിങ്ങൾ മെയിൻ്റനൻസിൽ മേക്കപ്പ് ആവുകയും ചെയ്യും. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇനി ഒന്നും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാല്ല. ടയേഴ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. നല്ല വണ്ടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2,25,000 2012 ഹൈലൈൻ ഡീസൽ വെൻഡോ. ഓണർഷിപ്പ് 4th ഓണർ ആട്ടോ വണ്ടി. 4th ഓണർ. ലോണ് കിട്ടാൻ കിട്ടുമെന്ന് അറിയില്ല, നോക്കണം. ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതിനെ കുറിച്ച് നോക്കിയില്ല. അല്ല, ഓണർഷിപ്പ് എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നമില്ല. 4th ആയാലും വിഷയമില്ലാന്ന് തോന്നുന്നു. സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ആണെച്ചാൽ എന്തായാലും 3 ലക്ഷം രൂപ വാല്യൂ വരും ഈ വണ്ടിക്ക്. 4th ഓണറിനെ കൊണ്ടാണ് ആ റേറ്റ് കൊടുക്കുന്നത്. ആ റേറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് നല്ലൊരു അടിപൊളി ഡീസൽ സെഡാൻ. എന്തായാലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക്. ഇനി നമുക്ക് കുറച്ച് മോഡൽ കൂടിയതിലേക്ക് വരാം. എമിയോ ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഫോക്സ്വാഗൺ എമിയോ പോളോന്റെ സെഡാൻ കാറ്റഗറി. ഇത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഡീസലാണ്. DSG ഗിയർ ബോക്സ് വരും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതിൽ ലാസ്റ്റ് സർവീസ് ചെയ്തത് 98 ഒരു 3-4 മാസം മുന്നേ സർവീസ് ചെയ്താണ്. ഇനി അടുത്തത് 1,13,000 ചെയ്താൽ മതി. ഓക്കെ. 1,15,000 ഇത് ഇൻ്റർവ്യൂവിൽ വരാം. പിന്നെ 1,13 ചെയ്താൽ മതി.
അതൊരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ 1.13 കിലോമീറ്റർ കിലോമീറ്റർ ആകുമ്പോൾ അതിന് മുന്നേ കിലോമീറ്റർ ആയിക്കൊണ്ട് അങ്ങനെ അതിൽ ചെയ്താൽ മതി. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഹൈലൈൻ പ്ലസ്. ഹൈലൈൻ DSG ഹൈലൈൻ ആണ്, പ്ലസ് ഇല്ല അല്ല. ആ കാലത്ത് പ്ലസ് ഇറങ്ങിയില്ല, ഇതിലിറങ്ങിയില്ല അല്ല. അല്ല പ്ലസ് ഇറങ്ങിയിട്ടുണ്ട്, 19 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എമിയോയിൽ. ഇത് 16, 17 അല്ലേ. എമിയോയിൽ ഇറങ്ങിയില്ല, പോളോയിൽ പ്ലസ് സീൽ വന്നിട്ടുണ്ട്. ഇതിലുണ്ട് ഇതിലല്ല. അതല്ല, പോളോയിൽ ആ സമയത്ത് തന്നെ ഹൈലൈൻ പ്ലസ് ഉണ്ടല്ലോ 17 ഉണ്ട് ഉണ്ടല്ലേ. എമിയോയിൽ എന്തായാലും 18 ആ സമയമാകുമ്പോഴാണ് ഹൈലൈൻ പ്ലസ്. DSG ആണ് ഗിയർ ബോക്സ്. അതെ ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. നോർമലി നമ്മൾ നേരത്തെ വെൻഡോനെ കൊണ്ടുവരുന്ന പോലെ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതെ. DSG ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ ഒരു 1-2 കുറയും, കുറച്ച് ചെറിയൊരു വ്യത്യാസം. പിന്നെ DSG ഗിയർ ബോക്സ് ഗിയർ മാറുന്ന തീരെ അറിയൊന്നുമില്ല, അത്രയും കംഫർട്ടും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതായത് നമ്മൾ ബാക്കോട്ട് പോകുന്നില്ല. ഞാനിപ്പോ അൻഡത്തിനെ പിടിച്ച് തള്ളുന്നു, അൻഡത്ത് ഇവിടെ നിൽക്കാന്നിരിക്കാം, ആ തള്ളൽ അൻഡത്ത് അങ്ങ് പോണം അല്ലേ. അതാണ് DSG ഗിയർ ബോക്സ്. കൊടുക്കുന്ന പവർ അത്രയും പെർഫോമൻസ് അങ്ങനെ തന്നെ കൺവേർട്ട് ആക്കും കറക്റ്റ് ആയിട്ട്. ഒരു ലാഗോ ഗിയർ മാറുന്ന അറിയില്ല. മറ്റുള്ള വണ്ടിക്കൊക്കെ നമുക്ക് സ്പീഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, അത് ഓടിച്ച് തന്നെ അനുഭവിക്കണം. 1.5 ആണ് ഇഞ്ചും വരിക. പിന്നെ 7 സ്പീഡ് DSG വരിക. ഓക്കെ, DG200 ആണ് വരിക. പിന്നെ പ്രൈസിങ് പറഞ്ഞോളൂ എങ്ങനെയാ? പ്രൈസിങ് ഇത് 525 കൊടുക്കാം. 2016 മോഡൽ 17 മോഡൽ 16 മോഡൽ 17 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഇപ്പോൾ 1 ലാഖിൻ്റെ അടുത്ത് 99,000 കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ശരി. മൈലേജ് ഒരു 18-20 ഹൈവേയിൽ കിട്ടും, ടൗണിൽ ഒരു 15-16 കിട്ടും. സർവീസ് കോസ്റ്റ് ആവറേജ് കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 10 രൂപ കണ്ടു വരും. 10 കണ്ടാൽ പോരാ, 10-15 സർവീസ് മാത്രം. റെഗുലർ സർവീസിന് അത്യാവശ്യം വരും. അത്രയാണ് ഇതിൽ ബില്ല് കാണുന്നത്. പിന്നെ പുറത്തുനിന്ന് ചെയ്യാൻ വെച്ചാൽ 5-4 ചെയ്യാം. പക്ഷേ ഈ വണ്ടി ഫുൾ കമ്പനി സർവീസാണ്. ബാറ്ററി അടക്കം കമ്പനിയിൽ നിന്ന് മാത്രം മാറുന്ന അങ്ങനത്തെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 5 lakhs ലോൺ വരുമോ? ഒരു 425 ആയിരുന്നു അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റയുടെ Zest, ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം, KL 17, എറണാകുളം ജില്ല, മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ. പറയൂ. ഇത് 2015 സെസ്റ്റിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XT ആണത്. അന്ന് XZ ഇല്ല, XT വരെ. അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അതിൽ ഫീച്ചേഴ്സ് വരിക ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്, AC പവർ സ്റ്റിയറിംഗ്, AC ക്ലൈമറ്റേസി വരിക, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹാർമൺ കാർഡോൻ്റെ മ്യൂസിക് സിസ്റ്റം വരും. പിന്നെ റിവേഴ്സ് സെൻസർ, എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടിയാണത്. ക്വാഡ്രജെറ്റ് ഇഞ്ചിനെ വരാം, 90 bhp ക്വാഡ്രജെറ്റ് ഇഞ്ചിന് അതിൽ വരാം. അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ. നല്ല മൈലേജ് ഉണ്ടാവും, 18-20 ആ റേഞ്ചിൽ തന്നെ മൈലേജ്. പിന്നെ വലിയ രീതിയിൽ പണിയും വരാത്തൊരു സെഗ്മെന്റ് ആണ് ഈ വണ്ടീൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കുറേ സെസ്റ്റ് കൊടുക്കാനുണ്ടാവും, പക്ഷേ അത് നോക്കണ്ട, ഇത് ഫുൾ കമ്പനി സർവീസാണ്. ഫുൾ അങ്ങനത്തെ വണ്ടി അപൂർവം ഉണ്ടാവുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. ഇത് 1,03,000 കിലോമീറ്ററാണ് ഓടിയത്. ലാസ്റ്റ് കമ്പനിയിൽ 97 വരെ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ചെക്ക് ചെയ്യാം, വണ്ടി നമ്പർ ഉണ്ട്, ചെക്ക് ചെയ്യാം. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അടുത്ത സർവീസ് വരുന്നത് 1,07,000 അടുത്ത സർവീസ് വരിക. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറിയതാണ്. ക്ലച്ച് കാര്യങ്ങളെല്ലാം നല്ലതാണ്. ടയേഴ്സ് നല്ലതാണ്. എല്ലാം വർക്കിംഗ് അല്ലേ? പാർട്സ് ഒക്കെ പ്രോപ്പർ വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. AC ആയാലും ലൈറ്റ്സ് ആയാലും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഷുറൻസ് ഒക്കെ ഫുൾ കവർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് അതെല്ലാം എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യണ്ട, കാരണം ഇൻഷുറൻസും എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അടുത്തൊരു സർവീസ് മാത്രം ചെയ്താൽ മതി. അടുത്ത ദിവസം 1,7 ചെയ്താൽ മതി. 5,000 കിലോമീറ്റർ കൂടെ സർവീസ് ചെയ്യണ്ട, അതുകൊണ്ട് പറഞ്ഞോളൂ. പക്ക വണ്ടിയാണ്. അപ്പം ഇത് 2.95 ഫൈനൽ കൊടുക്കാം. 2014 പറഞ്ഞേ? അല്ല, 2015 സെസ്റ്റ്. സോറി, 15 സെസ്റ്റ്. ചിലപ്പം അധിക വണ്ടി ഈ റേഞ്ചൊക്കെ തന്നെയാണ് ഉള്ളത്, പക്ഷേ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം. നമ്മൾ ഇപ്പം ഞാനൊരു വണ്ടി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഷോറൂമിൽ പോയി ഒന്ന് നോക്കി, അടുത്ത ഷോറൂമിൽ പോയി വീണ്ടും നോക്കി, വിലക്കുറവ് വേണ്ട ഞാൻ പോയി നോക്കും. തീർച്ചയായും വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള വിലയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മൾ നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നേരിട്ട് എടുക്കാം. കാരണം STO ആണ്, XE ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ കുറഞ്ഞിട്ട്. ഇത് XTO ആണ്. അത് കൂടാതെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടികൾ 3 ലക്ഷത്തിൻ്റെ ഏകദേശം റേഞ്ചിലായിട്ട് വരുന്ന വണ്ടികളാണ്. അല്ല, വില കൂടിയതും ഉണ്ട്. അല്ല, ഓൾറെഡി ഒരു MO കാണിച്ചു, അതിൻ്റെ മേലെ പോയത് കാണിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു പഴയ ഷിഫ്റ്റ് i20 ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പറവോളം എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 ഡിസംബർ i20.
2009 ഡിസംബർ എന്ന് പറഞ്ഞാൽ ഈ വർഷം ഡിസംബർ ആകുമ്പോൾ റിന്യൂവൽ വരും. സിംഗിൾ ഓണർ വണ്ടിയാണ്, അതാണ് സിംഗിൾ ഓണറാണ്, അത് ഹൈലൈറ്റ് ആണ്. ഓക്കെ, ഒറ്റാൾ ബേസിലുള്ളൂ. 1.28 ഓട്ടം. പെട്രോളോ അല്ല, ഡീസലാണ്. ഡീസലാണ്. ഡീസൽ CRDI ABS, മാഗ്ന ABS എന്ന് പറഞ്ഞ പേരുണ്ട്. ഓക്കെ, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, ബേസിക് ഉണ്ടാവില്ല. നല്ലുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, ABS ഉണ്ടാവും. ABS വരും. ഡീസലാണ്, മൈലേജ് ഉണ്ടാവും. 18 മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസും ഉണ്ടാവും, നല്ല പവറും ഉണ്ടാവും. പിന്നെ നമ്പറും ഫാൻസി നമ്പറാണ്, 2222 ആണ്. പിന്നെ i20 ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നത്തെ അവരുടെ ഡിസൈൻ തന്നെ അതെ, ഡാഷ്ബോർഡൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വണ്ടി കണ്ടാൽ അത്ര പഴക്കം തോന്നില്ല, കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എപ്പോഴും ഹ്യുണ്ടായി അങ്ങനെയാണ് വരാറ്. ചിലപ്പോൾ ഫസ്റ്റ് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല ഹ്യുണ്ടായിന്റെ വണ്ടി. പിന്നെ കുറെ കാലം കണ്ട് ആൾക്കാർക്ക് നല്ലത് ഇഷ്ടപ്പെടും. പക്ഷേ ഇപ്പൊ വെർണ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കുറച്ചു കാലം അത് ഇപ്പൊ ഇറങ്ങിയിട്ടില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് അടിപൊളിയാണല്ലോ ഡിസൈൻ വിചാരിക്കും. അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഇറങ്ങി. അപ്പൊ ആദ്യ കാലത്ത് സാൻഡർ ഇറങ്ങിയപ്പോൾ സാൻഡർ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എല്ലാവരും സാൻഡറിന്റെ വയ്യലല്ലേ പോയിരുന്നു. അതാണ് കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് ഹ്യുണ്ടായിന്. സാൻഡ്രോയിലൊക്കെ ഷാറുഖ് ഖാന് വലിയൊരു പങ്കുണ്ട്. അതെ, ഷാറുഖ് ഖാന് പങ്കുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വില കിട്ടിയ ഇത് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. ഇതൊരു 1.58 കൊടുക്കാം. 1.58 ഡീസൽ i20 സിംഗിൾ ഓണർ, 2028 ഓട്ടം. ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല. ഓക്കെ, പക്ഷെ വണ്ടി നല്ല മെക്കാനിക്കലി നല്ല ഫിറ്റ് ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് റിന്യൂവൽ എത്ര കൊടുക്കേണ്ടി വരും? നമ്മൾ 12-13 അത്ര തന്നെ വരും. ഒരുവിധം ഈ ചെറിയ വണ്ടികൾക്കൊക്കെ റിന്യൂവലിന് ഈ റേറ്റ് വരിക. പിന്നെ വലിയ വണ്ടിയാകുമ്പോൾ ടാക്സിന് വ്യത്യാസം വരും. ഇതിനൊക്കെ ഒരു 8,500 ടാക്സ് വരിക. പിന്നെ 800 അങ്ങനത്തെ വണ്ടിയില്ല, ഓൾട്ടോ 800 അതിനൊക്കെ ഒരു 6,500 ടാക്സ് വരിക. ഈ സെഗ്മെന്റ് സാൻഡ്രോ ആകുമ്പോഴേക്ക് 8,500 വരും. പിന്നെ അതിന്റെ മുകളിലുള്ള ഇന്നോവ അങ്ങനത്തെ വണ്ടിയൊക്കെ 10-10,500 വരെ വരും. അത്ര വരെ വരുള്ളൂ, അതിന്റെ മുകളിലേക്ക് ഇല്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കട്ടെ വണ്ടിയുടെ എന്തെങ്കിലും വർക്ക് എടുക്കാനുണ്ടോ? ഇത് വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാനില്ല, ഇതൊന്നും എടുക്കാനില്ല. എല്ലാ ഭാഗങ്ങളും നമ്പർ പ്ലേറ്റ് വരെ മറ്റേ മറ്റേ എന്താ പറയുക, ഗവൺമെന്റ് അപ്രൂവ്ഡ് നമ്പർ പ്ലേറ്റ് വരെയാണ് ഇതിന്റെ മുകളിലുള്ള. ഓക്കെ, എന്തായാലും ലോണും കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് മഹീന്ദ്ര XUV 500 ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് വാഹനമാണ്. KL 43 രജിസ്ട്രേഷൻ നമ്പർ തന്നെ 43 അല്ലേ? ഫുൾ 43 അങ്ങനെ വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് XUV 500 2015 ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ്. ഫേസ് ലിഫ്റ്റ് വന്ന ആ ടൈപ്പിലുള്ള വേർഷനാണ്. 15-ലാണ് ഫേസ് ലിഫ്റ്റ് വരുന്നത്. ഇത് W6 ആണ്. W6-ൽ എയർ ബാഗിന് എണ്ണം കുറയും, കുറച്ച് വ്യത്യാസം. ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഡ്യുവൽ എയർ ബാഗ്, കാര്യങ്ങളൊക്കെ വരും, ക്ലൈമറ്റ് AC, റിവേഴ്സ് സെൻസർ, അങ്ങനത്തെ സ്റ്റിയറിംഗ് കൺട്രോള്, ക്രൂസ് കൺട്രോള്, അത് ഒരുവിധ സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എല്ലാം വരും, ഒരുവിധം എല്ലാം വരും. ഈ എയർ ബാഗ് മെയിൻ ആയിട്ട് മതി. അത്യാവശ്യം നല്ലൊരു അലോയ് മേടിച്ചിട്ടാൽ പിന്നെ മനസ്സിലാവില്ല W6 ആണോ 8 ആണോ. 8-ൽ ആ 6 തന്നെ കണ്ടാൽ പെട്ടെന്ന് 6 ആണോ 8 ആണോ തിരിയില്ല ബാക്കിലുള്ള. ഇത് കേരള വണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ, 1.70 ഓട്ടം, ഫുൾ കമ്പനി സർവീസ്, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.70 വരെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, അതിൽ 1.70 സർവീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 1.80 അതിൽ അടുത്ത വർഷം ചെയ്താൽ മതി. ഈ ഡിസംബറിലാണ് സർവീസ് ചെയ്ത്. ഇൻഷുറൻസും പുതിയതാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റേറ്റ് വരുന്നത് 6.35 ഫൈനൽ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഓക്കെ, 2015 W6 ആണ്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം, ഫുൾ സർവീസ് ഹിസ്റ്ററി, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഒരു 1 lakh ഒക്കെ IP കണ്ട ഇറക്കാൻ പറ്റും. 1 lakhന്റെ അടുത്ത് കണ്ടാൽ മതിയോ? 5.5-5.25 വരെയൊക്കെ ചിലപ്പോൾ കയറി പോയിരിക്കും, ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി 7 സീറ്റർ SUV ആണ്. അതെ, അടുത്ത വണ്ടിയിലേക്ക് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന കിട്ടിത്തുടങ്ങിയ സമയത്ത് ഫോർഡിന്റെ വണ്ടി എടുക്കാൻ പലർക്കും ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ? ഫോർഡ് ഫ്രീ സ്റ്റൈലാണ്, KL 19 രജിസ്ട്രേഷൻ ആണ്. അതെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. 2018 ഫ്രീ സ്റ്റൈൽ പെട്രോള് ടൈറ്റാനിയം. പെട്രോള് 1.5 ഡ്രാഗൺ സീരീസ് എഞ്ചിൻ വരുന്ന ടൈറ്റാനിയം. നമ്മളിതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡീസൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡീസലുണ്ട്, ആ വണ്ടി ഉണ്ട്, കയ്യിലുണ്ട്. അത് ലോണ് ഒരാൾ പേപ്പറെല്ലാം തന്ന്, പക്ഷെ ലോണ് വർക്കൗട്ട് ചെയ്തില്ല. ലാസ്റ്റ് നമുക്ക് കാണിക്കാം. ആ ലോണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എന്തെങ്കിലും ട്രാക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. കാരണം നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ ജാമ്യം നിന്നിട്ട് ലോൺ എടുത്ത് കൊടുക്കും. ആള് പറയും ഞാൻ എടുത്തിട്ടില്ല, ജാമ്യം നിന്നാൽ പോലും ലോൺ പിന്നെ മറ്റാൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോയിൽ നമ്മളെ ക്യാപ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഇറക്കി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയത്തുണ്ടാവില്ല, അവരടക്കമായിട്ട്
പ്രശ്നം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവർ ലോൺ അടച്ചിട്ടോ നമ്മൾ നോക്കണം. നമ്മൾ നോക്കണം കറക്റ്റ് ദിവസം അടക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആദ്യം പറയാം, അതിനനുസരിച്ചുള്ള ബാങ്കുകളിലേക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ സമയം പോയി അല്ലേ ചിലപ്പോൾ ലോൺ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ ഞങ്ങളെ വെറുതെ 2-3 ആഴ്ച പോകും. അപ്പോൾ ആ കസ്റ്റമർ പോകും. അതാണ് ഒരു വിഷയം. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ആദ്യം നേരത്തെ പറയും ഇവരടുത്ത്, ആദ്യം ശ്രദ്ധിക്കാം. ഇത് 2018 മോഡൽ. ഇത് 18 ഫ്രീ സ്റ്റൈൽ പെട്രോൾ ഡ്രാഗൺ സീരീസിൽ വരുന്ന ഇഞ്ചിനാണ്. ടൈറ്റാനിയം പ്ലസ് അല്ല ടൈറ്റാനിയം. ഇതിൽ പുഷ്പട്ടം വരില്ലല്ലോ. ഇതിൽ പുഷ്പട്ടം വരുന്നുണ്ട്. ഇതിൽ 2 എയർ ബാഗ് വരും, മറ്റേ 6 എയർ ബാഗ് വരും. ഇതിൽ ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, AC പവർ സ്റ്റിയറിംഗ്, ക്ലൈമറ്റ് AC വരും, അലോയ്സ് വരും, സൈഡ് മിറർ ഇലക്ട്രോണിക്കൽ ഫോൾഡബിളും ഇതും വരും. ഇത് അതേപോലെ തന്നെ ഫിയറ്റിന്റെ വെഞ്ചൂറ. ഫിയറ്റ് അവഞ്ചറോ അല്ല വെഞ്ചൂറ. ഓക്കെ. ആ 2 സാധനം അപാര ലുക്കാണ് വണ്ടിയിലെ. വണ്ടി സംഭവമാണ്. വെയിറ്റും ഉണ്ടല്ലോ അത്യാവശ്യം. ഇത് വെയിറ്റും ഉണ്ട്, ഓടിക്കാനൊക്കെ നല്ലതാണ്. മൈലേജും അത്യാവശ്യം കിട്ടും. 3 സിലിണ്ടറാണ് വരിക. 3 സിലിണ്ടർ ഡ്രാഗൺ എഞ്ചിനാണ്. ഞാനത് കൊച്ചിയിൽ നിന്ന് ഞാനാണ് ഓടിച്ചിട്ടുണ്ടോ ഈ വണ്ടി. ഹൈവേയിൽ ഏകദേശം ഒരു 18 ലെവലിൽ പെട്രോളിന് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതിൽ മീറ്ററിൽ അത്ര തന്നെ കിട്ടിയിട്ടുണ്ട്. അത്ര ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. ഒരു 1200-1300 രൂപേൻ്റെ ഫ്യൂവലാണ് കൊച്ചിയിൽ നിന്ന് വണ്ടി ഇവിടെ എത്തിയത്. കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. പിന്നെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഉണ്ട്. 1.5 ഇഞ്ചിനെ കൊണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. ഡീസൽ വണ്ടിയിൽ നമ്മൾ കമ്പയർ ചെയ്യരുത്. ഡീസൽ വണ്ടി ഇതിനെക്കാട്ടും പെർഫോമൻസ് മൈലേജ് ഉണ്ടാവും. പക്ഷെ പെട്രോൾ വണ്ടിയിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. ഇതിനെ ഇപ്പോൾ ആസ്കിങ് എത്രയാണ്? ഇത് ഒരു 375 കൊടുക്കാം. 3,75,000 ടൈറ്റാനിയം 2018 മോഡൽ ഫ്രീ സ്റ്റൈലാണ്. അതിൽ ലോൺ ഏകദേശം ഒരു 3 lakhs ചെയ്യാം. സർവീസ് ഒരു 5,000 ആ ലെവലിലൊക്കെ സർവീസ് കോസ്റ്റ് വരും. ഓക്കെ. പിന്നെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസാണ്. ഇത് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ 99 കഴിഞ്ഞ മാസം വണ്ടി സർവീസും ചെയ്താണ്. ഇനി അടുത്തത് 1,09,000 അല്ലെങ്കിൽ ഈ വർഷം ഡിസംബർ 25 അങ്ങനെ എന്തോ ഡേറ്റ് സർവീസ് ചെയ്ത് ആ ദിവസം ചെയ്താൽ മതി. ഓൾമോസ്റ്റ് ഒരു 1 year എന്ന സർവീസും ഉണ്ട്. ഇൻഷുറൻസും പുതിയതാണ്. ഓക്കെ. മറ്റൊരു ഫോർഡാണ്. ഫോർഡ് ഫിഗോ ഓൾഡ് ഷേപ്പാണ്. KL5 കോട്ടയം വണ്ടി. പറഞ്ഞോളൂ എങ്ങനെ? ഇത് 11 ഫിഗോ ടൈറ്റാനിയം സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 door പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS അത്ര സാധനങ്ങളാണ് വരിക. ഓക്കെ. ഫോർഡിന് മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. മൈലേജ് ഒരു 18 അത്രയൊക്കെ കിട്ടും. ഡീസലാണ്. പിന്നെ എത്ര കൊടുക്കാം? ഇത് 1.37 ഫൈനൽ കൊടുക്കാം. 2011 ഫിഗോ ടൈറ്റാനിയം ഡീസൽ സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ ഉണ്ട്. അതിൽ ലോണൊന്നും കിട്ടില്ല. ഫുള്ള് റെഡി പേയ്മെന്റ്. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല, നിലവിൽ വർക്കൊന്നുമില്ല. ടയർസ് 4 നല്ലതാണ്. ഓക്കെ. സർവീസ് കോസ്റ്റ് ഒരു 4,000-5,000 കമ്പനിയിൽ നിന്ന് ചെയ്യണമെങ്കിൽ. ഐട്ടനാണ്, പഴയ ഷേപ്പ് ഐട്ടൻ. KL11 കോഴിക്കോട് വണ്ടിയാണ്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ? ഇത് 12 ഐട്ടന് ഇറയാണ്. അതിൽ സിംഗിൾ ഓണർ വണ്ടിയാണിത്. 120 ഓട്ടം ഉണ്ട്. അത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 12 അതുവരെ ഫുൾ ഹിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഫീച്ചേഴ്സ് പിന്നെ 2 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, IRD എഞ്ചിനാണ് ഇതിൽ വരിക. ഓക്കെ. മറ്റേ കാപ്പ എഞ്ചിനല്ല, IRD ആണ്. അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ മൈലേജ് ഉണ്ടാവും. ഒരു 16-17 കിട്ടും. ഓക്കെ. പിന്നെ ലോൺ ഒരു 1 lakh ലോൺ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. 12 ഇത് ഫൈനലായിട്ട് ഒരു 1.68 കൊടുക്കാം. 2012 അല്ല? 12 ആയിട്ട് 1,68,000 2012 ഇറ. ഓക്കെ. കാരണം റീപ്ലേസ് 1 lakh വരെ ലോൺ കിട്ടേണ്ടതാണ്. നോക്കാം. നല്ല പ്രൊഫൈലൊക്കെ കാണിച്ചാൽ നമുക്ക് ട്രൈ. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. IRD ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓക്കെ. കാപ്പനേക്കാൾ കിട്ടും മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് ന്യൂ ഷേപ്പ് ടിയാഗോ KL11 കോഴിക്കോട് വണ്ടിയാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? 2020 നവംബർ ടിയാഗോ XC ആണ്. XC ബേസ് ഓപ്ഷനാണ്. അതിൽ എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ആൻഡ്രോയിഡ് സ്റ്റീലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ XCയിൽ ഡ്യുവൽ എയർ ബാഗും ABS റിവേഴ്സ് സെൻസറും കമ്പനി വരുന്നുണ്ട് പുതിയ ഷേപ്പിൽ. ഒരു XMI അതിൽ എല്ലാ ഒറിജിനൽ വീൽ കപ്പും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സുമായി വേണ്ടുന്ന എല്ലാ സാധനങ്ങളും. ഇത് കിലോമീറ്റർ വരുന്നത് 83,000 ആണ്. ഓട്ടം പോയിട്ടുണ്ടല്ലോ. ഓടിച്ചിട്ട് പെട്രോളാണ് കേട്ടോ വണ്ടി. പെട്രോൾ 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17 മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഓടിയത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 60,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. 60 വരെ ഹിസ്റ്ററി ഉള്ളതാണ്. 70-50 പുറത്തേജ് 1-2 സർവീസ് പുറത്തുനിന്ന്, ലാസ്റ്റുള്ള സർവീസ് പുറത്തുനിന്നാണ് ചെയ്തത്. ഓക്കെ. മൈലേജ് പറഞ്ഞല്ലോ 17 കിട്ടും. ലോൺ ഏകദേശം ഒരു 3.5 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ ഒരു 3.78 കൊടുക്കാം. 3,78,000 രൂപയ്ക്ക് 2020 ടിയാഗോ XC മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പുതിയ ഷേപ്പ്, ചാൻസ് ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു
ഓട്ടോ കൂടുതൽ കൊണ്ടുള്ള വിലക്കുറവ് തന്നെയാണ് കിട്ടിയത്. ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്, ബോണ്ട് റീപ്ലേസ്മെന്റ്. ബോണറ്റ് മാത്രം ബോണറ്റ് ബമ്പർ മാറിയിട്ടുണ്ട്, ബോണറ്റ് ബമ്പർ, ഹെഡ്ലൈറ്റ്. ഓക്കെ. അതെന്തായാലും ഹിസ്റ്ററി ഉണ്ട്. 20,000 കിലോമീറ്ററിലായിട്ടാണ്. മേജർ ഒന്നല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. ബോണ്ട് ബമ്പർ ഹെഡ്ലൈറ്റ് അത്ര ഫ്രണ്ടിലുള്ള സാധനം. റേഡിയേറ്റർ അങ്ങനത്തെ ഒന്നും വർക്ക് എടുത്തോ? ആ സാധനങ്ങൾ ഫ്രണ്ടിലുള്ള റേഡിയേറ്റർ കണ്ടൻസ് ആ റേഞ്ചിലുള്ള സാധനങ്ങൾ. ബോണ്ട് മാറിയിട്ട് എന്തായാലും ഈ ഫ്രണ്ടിലുള്ളതെല്ലാം ഉണ്ടാവില്ല. കമ്പനിയിൽ നിന്ന് വർക്ക് എടുത്താണെ പേടിക്കാനൊന്നുമില്ല. ഇല്ല, അവിടെ ഹിസ്റ്ററി ഉണ്ട്. മേജറായിട്ട് പരിക്ക് പറ്റുമെന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പണി കിട്ടുന്ന രീതിയിലുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ചേസ് കട്ടാകുക, വണ്ടിയുടെ മൊത്തം ബിൽഡ് ക്വാളിറ്റിനെ ബാധിക്കുന്ന കേസ് അതൊക്കെ. അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെയാണ് മേജറിലേക്ക് വരിക. ഗ്ലാസ് വരെ മാറിയില്ല, ഫ്രണ്ട് ഗ്ലാസ് വരെ കൊടുക്കണം. പിന്നെ കറക്റ്റ് പറഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അതെ അത്രേ ഉള്ളൂ. ലോണ് ഫുള്ള് വേണോ? ലോണ് 3.5 എന്തായാലും കിട്ടേണ്ടതാണ്. നമുക്ക് ട്രൈ ചെയ്യാം, ഫുൾ ലോൺ കിട്ടുമോ നോക്കാം. പിന്നെ ചെറിയൊരു എമൗണ്ട് ആണ്, ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടി ഫോർഡ് എക്കോ സ്പോർട്ട് KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറയുള്ളൂ എങ്ങനെ കാര്യങ്ങൾ? 2015 എക്കോ സ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഡീസൽ ടൈറ്റാനിയം പ്ലസ് 2015 ഡിസംബർ. എക്കോ സ്പോർട്ട് ഡീസൽ ടൈറ്റാനിയം പ്ലസ് സിംഗിൾ ഓണർ. ഓക്കെ. ഓട്ടം 1.28 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.28 സർവീസ് ചെയ്താണ്. അടുത്ത വർഷം അല്ല, ഈ വർഷം ജാനുവരിയിൽ ചെയ്താണ്. ഇനി അടുത്ത വർഷം ജാനുവരിയിൽ സർവീസ് ചെയ്താണ്. ഓക്കെ. അല്ലെങ്കിൽ കിലോമീറ്റർ ആകുമ്പോൾ ഒന്നെങ്കിൽ 1.38 ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷം. ഒരു വർഷം. അതാണ് കണക്ക്. പിന്നെ ഡീസലാണ് വാഹനം. ഡീസൽ എന്ന് വെച്ചാൽ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 18-20 റേഞ്ചിൽ മൈലേജ് എന്തായാലും 6 എയർ ബാഗ് വരും. നല്ല സേഫ്റ്റി ഉണ്ടാവും. വണ്ടി മൊത്തത്തിൽ നല്ല വെയിറ്റ് ഉള്ള വാഹനമാണ്. പവറും വെയിറ്റും ഉണ്ടാവും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് മൈലേജ് 18-20 കിട്ടും. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് 4.95 ഫൈനലിന് കൊടുക്കാം. ഏകദേശം ഒരു 4 lakhs അടുത്ത് നമുക്ക് ലോണും ചെയ്യാം. 2015 ടൈറ്റാനിയം പ്ലസ് ഡീസലാണ്. പ്ലസ് ആണ്. ടൈറ്റാനിയം കുറേ കാണാറുണ്ട്. ടൈറ്റാനിയം പ്ലസ് ഡീസലാണ്. ഏറ്റവും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുകയാണ്. ഓക്കെ. ഫുള്ള് കമ്പനി സ്റ്റേലുള്ള വാഹനം. ലോൺ മാക്സിമം കിട്ടും അല്ലേ? ലോണ് 4 രൂപ, 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാം. KL 10 രജിസ്ട്രേഷൻ വാഗണർ, മാരുതി സുസുക്കി വാഗണറാണ്. KL 10 പറഞ്ഞോളൂ. ഇത് 2016 വാഗണർ VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് VXI അല്ലേ? 16 മോഡൽ. എത്ര ഓടി? 59,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. നോർമൽ ഓട്ടോ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഡോർ റീപ്ലേസ് ഉണ്ട്. ഡ്രൈവർ സൈഡ് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഡ്രൈവർ സൈഡ് ഡോർ ഗ്ലാസ് മാറിയോ? ഇല്ല, ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ. നമ്പറിൽ ക്ലെയിം ചെയ്താവും അല്ലേ? അതെ. ഓക്കെ. പറഞ്ഞോളൂ, പ്രൈസിങ് ഞാനിപ്പോൾ. ഇത് റേറ്റ് വരുന്നത് 4.25 അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. പിന്നെ മൈലേജ് ഒരു 17-18 ആ റേഞ്ചിൽ കിട്ടും. AMT ആണ് ട്രാൻസ്മിഷൻ വരിക. 15 മുതൽ 17 വരെയൊക്കെ എന്തായാലും. ഈ വണ്ടി ബാക്കോട്ടേക്ക് പോകില്ല. ചെറിയ ഹോൾഡിംഗ് ഉണ്ടാവും. ചെറിയ ഹിൽ ഹോൾഡ് കിട്ടും. ഹോൾഡ് വരുന്നുണ്ട്. ഒരു കയറ്റത്തിന്റെ ഹോൾഡ് എന്ന് വെച്ചാൽ ചെറുതായി ഹോൾഡ് ബ്രേക്ക് മാറി ചവിട്ടുമ്പോഴത്തേക്കുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അതേപോലെ ബ്ലോക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് വിട്ടാൽ വണ്ടി തന്നെ പോകും. ഓക്കെ. ഫസ്റ്റിൽ ഇറങ്ങിയ സെലറിയൻ ഒന്നും അതില്ല. പക്ഷേ സെക്കൻഡ് ജനറേഷൻ AMT അപ്പോൾ അതിന് ഹോൾഡിങ്ങും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. ഓക്കെ. അത്രയേ ഉള്ളൂ. 4,25,000 രൂപ. 2016 VXI ഓട്ടോമാറ്റിക് വാഗണറാണ്. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഇനി നമ്മളൊരു 4 വണ്ടികൾ കാണിക്കാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ലോണിൻ്റെ പല പ്രശ്നങ്ങളും കൊണ്ട് ഇവിടെ പെട്ടുപോയ വണ്ടികൾ അല്ലേ? 4 ലോൺ കസ്റ്റമർക്ക് ലോൺ അപ്രൂവ് ആവാതെ കേസുകളൊക്കെ. ഇത് ഇയോൺ ആണ്. KL 56. പറഞ്ഞോളൂ എങ്ങനെ? 2016 ഇയോൺ മാഗ്ന പ്ലസ് ആണ്. കിലോമീറ്റർ 45,000. കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ നല്ലതാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലോണ് ഫുൾ ലോൺ തന്നെ കയറും. 2.12 കൊടുക്കാം. 2,12,000 രൂപയ്ക്ക് 2016 മാഗ്ന പ്ലസ് അല്ലേ? ഫുൾ ലോൺ തന്നെ ചെയ്യാം. ട്രൈ ചെയ്യാം. നല്ല കസ്റ്റമർ വെച്ചാൽ ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. അടുത്തത് ഫ്രീ സ്റ്റൈലാണ്. ഫോർഡ് KL 76 രജിസ്ട്രേഷൻ. നല്ലൊരു അടിപൊളി കളറുമാണ്. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ്. ഇത് 2020 ടൈറ്റാനിയം. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ. 83,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. നമുക്ക് ഫൈനലായിട്ട് 5.68 കൊടുക്കാം. ഒരു 5 ലക്ഷം രൂപ ലോണും ചെയ്യാം. 5 ലക്ഷം വരെ ലോൺ കിട്ടും. 5.60 ഒരു ഡീസൽ വാഹനം. 2020 മോഡൽ. നല്ല അടിപൊളി. 5.68 5.68 അല്ലേ? ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ. അടുത്തത് ഒരു വാഗണർ ഉണ്ട്. KL എത്രയാ അത്? 54. ഇത് 2010 വാഗണർ അലക്സ്. ഓക്കെ. അത് ഓണർഷിപ്പ് 4th ഉണ്ട്. കിലോമീറ്റർ 97,000. എത്ര കൊടുക്കാം? ഒരു 1.68 ഫൈനൽ കിട്ടിയ കൊടുക്കാം. 1,68,000 രൂപയ്ക്ക് ഒരു വാഗണർ. 2010 മോഡൽ. അടുത്തതാ ക്യാപ്ചർ. റെനോ ക്യാപ്ചർ ആണ്. KL 40 രജിസ്ട്രേഷനുള്ള ഒരു അടിപൊളി വാഹനം. 1.5 ഡീസൽ. ഇത് ഡീസൽ വണ്ടിയാണ്. 2019 ക്യാപ്ചർ. കിലോമീറ്റർ 1.21. അതിൽ 1,17,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണ്.
ഫുൾ ഓൺ ചെയ്യാം 5.5 ലക്ഷം രൂപ. 5,50,000 രൂപയ്ക്ക് ഒരു അടിപൊളി ഡീസൽ 1.5 ക്യാപ്ചർ നിങ്ങൾ സ്വന്തമാക്കാം. ഇതിനും 18-20 റേഞ്ച് മൈലേജ്. ഈ ഫുൾ ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി കസ്റ്റമറുടെ ട്രാക്ക് കൂടെ നോക്കിയിരിക്കും. ഇപ്പോൾ ഒരു എലിജിബിലിറ്റി ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ഒന്നും കയറില്ല. നമ്മൾ ഇതുവരെ ബാങ്ക് ട്രാൻസാക്ഷൻ അതേപോലെ തന്നെ ബാങ്ക് ലോൺ എടുത്തിട്ട് അടക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനത്തെ അത്യാവശ്യം ട്രാൻസാക്ഷനും വേണം ഫുൾ ഓൺ കയറുന്നുണ്ട്. ഏത് വണ്ടി അനുസരിച്ച് ഈ വണ്ടിയല്ല ഏത് വണ്ടി അനുസരിച്ച് തീർച്ചയായും. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം അല്ലേ എന്നത്തെ. അപ്പോൾ ലൊക്കേഷൻ മറന്നുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ പാറോപ്പടി അല്ല, പാറോപ്പടി മലപ്പറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് വയനാട് റോഡിൽ അടുത്ത സ്റ്റോപ്പ് അതാണ് ലൊക്കേഷൻ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും, ഡയറക്റ്റ് ബസ് കിട്ടും. ഓക്കെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. മാക്സിമം ലോണും ഫുൾ ലോൺ അടക്കം കിട്ടുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് വരാം, നല്ല മാന്യമായ വില തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുള്ളവർക്ക് അയച്ചു കൊടുത്തു അല്ലേ. എന്തായാലും അത്രയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ, താങ്ക്സ്. ഓക്കെ.